ഞാൻ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നൊരു ഞാൻ ആദ്യമായിട്ടാണ് കൺസിസ്റ്റൻ്റായിട്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡിംഗ് ആണ്. മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സാണ് ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ട്. ഓക്കെ, മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ലൈക്ക് ഇതാണ് ഞാൻ അക്കൗണ്ട് എടുത്തിട്ടുള്ളൂ, ട്രേഡ് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഡോക്യുമെൻ്ററി ആണ്. അത് രണ്ട് കാര്യത്തിന്, ഒന്ന് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആവാൻ പറ്റും, പിന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് അത്യാവശ്യം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്നൊരു 9:30 ഓപ്പൺ കഴിഞ്ഞിട്ടേ വേറെ വല്ല ഞാൻ നോക്കുന്നുള്ളൂ. 9:30 പ്രൈസിൻ്റെ ഓപ്പൺ കഴിഞ്ഞിട്ട് ഇനിയൊരു 4-5 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൻ്റെ ഡെലിവറി കൺസിഡർ ചെയ്യും. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു എയിം. നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം മേജർ ഏരിയാസ് അല്ലെ ടൈമിലേക്കൊക്കെ പ്രൈസ് ഇട്ടേക്കാണ്. ഞാൻ വിചാരിക്കുന്നത് ലിറ്ററലി ഫുള്ള് തന്നെ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതാണ്. ബിക്കോസ് യു ഗൈസ് ക്യാൻ സീ മൈ ഇമോഷണൽ പാർട്ട് ഓൾസോ. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി അധികം ട്രേഡ് ചെയ്ത് പരിചയമില്ലാത്തൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബട്ടൺസ് പുഷ് ചെയ്യുന്നത്, സോ എങ്ങനെയാണ് എൻ്റെ ഇമോഷൻസ്, അതെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെനിക്കൊരു റെഫറൻസാണ്. എനിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഇത് പലരെയും ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഫസ്റ്റ് മെയിൻ തിങ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു റെക്കോർഡിങ്ങിൽ ഞാൻ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണിക്കുകയാണെങ്കിൽ അത് എൻ്റെ ഒരു പോയിൻ്റാണ്. യെസ്, അതൊരു വലിയൊരു കാര്യമാണ്. അതിനാണ് ആക്ച്വലി ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ലെന്ന് എനിക്കറിയില്ല ഈവൻ, പക്ഷെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് മാക്സിമം ലെറ്റ്സ് സീ. 9:30 ഓപ്പൺ വാസ് ബുള്ളിഷ് ആൻഡ് പ്രൈസ് ഒരു 1 ഹവറിലൊരു ഗ്യാപ്പ് ലിമിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ക്ലീൻ ഒരു HRL റണ്ണാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് 4 ഹവറിൽ DXYയിൽ ഒരു ബുള്ളിഷ് ഇൻവേർഷൻ ഉണ്ട്. സോ എനിവേ എനിക്കൊരു ക്ലീൻ ഒരു സെൽ ഓഫ് കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കും. ബട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ സെറ്റപ്പ്. സ്റ്റേജൊന്നുമില്ല, ഇവിടെ ഒരു ചെറിയ ഇൻവേർഷൻ ഉണ്ട്, പക്ഷേ ആ ഒരു ഏരിയ അത്ര ക്ലീൻ അല്ല, അതുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്തില്ല. ഇതൊരു നല്ല സ്വീപ്പാണ്. ഇത് സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്തത്. നെക്സ്റ്റ് ക്യാൻഡിൽ വാസ് ബെയറിഷ്, അത്യാവശ്യം നല്ല രീതിയിൽ ബെയറിഷ് ആയിരുന്നു. അത് 940. ഓക്കെ, ഇത് 950. എന്തായാലും വെയിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. DXYയിൽ മൈക്ക് ഓണല്ലേ? ഓക്കെ, DXYയിൽ നമ്മളൊരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. അതും ഒരു മാറ്ററാണ്. പിന്നെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്, അവിടെ നിന്നാണ് പ്രൈസ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. 15 മിനിറ്റ്സിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള റിജക്ഷൻസ് കാണാം. ഇവിടെ ബെയറിഷ് ആൻഡ് ഇവിടെയൊക്കെ ഇൻവേർഷനും കാണാം. ക്ലീൻ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, റീട്രേസ്മെൻറ്റ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റേറ്റ് ചെയ്ത് നിൽക്കാം. സോ ബെയറിഷ്, അപ്പുറത്തെ ബുള്ളിഷും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ക്ലിയർ പിക്ചറിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ലൈക്ക് കൺസിഡറിങ് ഇതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഏരിയയുടെ മാർക്ക് ചെയ്ത് വെക്കണം. Some displacement over here.
നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യട്ടെ. അതേപോലെ തന്നെ തിങ്കളാഴ്ചയാണ്. ക്ലീൻ അല്ല. 50 മിനിറ്റ്സ് നമുക്കിവിടെ ഇൻവേർഷനൊക്കെ ഉണ്ടായി. എഫിജിലേക്ക് പ്രൈസ് റീട്രേസ്മെൻറ്റ് വന്നിട്ടൊക്കെ ബുള്ളിഷ് പോയി. ഓവറോൾ പ്രൈസ് ക്ലീനാണ്. ഓവറോൾ നോക്കുമ്പോൾ ഒരു ക്ലീൻ പിക്ചർ നമുക്ക് കാണാം. നമുക്കിവിടെ ബൈ സൈഡ് ഉണ്ട്. ഓക്കെ, മിറ്റിഗേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ കാണുന്ന വിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. യെസ്, ഓൾറെഡി സ്റ്റാർട്ടഡ് ഒരു ബെയറിഷ് റൺ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എന്നെ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് എൻട്രി അടുത്തേക്കാണ്. ഒരു ഷോർട്ട് പൊസിഷനാണ്. സ്റ്റോപ്പ് ലോസ് അബോവ് ദിസ് ഹൈ ആൻഡ് ടേക്ക് പ്രോഫിറ്റ് ഈ ഒരു ഏരിയയിലേക്കാണ്. നോക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് ലോസ് ആണ്. ആദ്യം അടുത്ത ട്രേഡ് എസ് അടിച്ചു. നമുക്കത് ജസ്റ്റ് നോക്കിയാൽ അതൊന്ന് റീഫ്രഷ് ചെയ്യാം. പെർമിസിബിൾ ഡെയിലി ലോസ് എന്ന് പറയുന്നത് ഓക്കെ, അത് ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പം അതായിരുന്നു ഫസ്റ്റ് ട്രേഡ് ഓഫ് ദി ഡേ. ഫസ്റ്റ് ട്രേഡ്, യെസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇനി എൻട്രി 1% ഓഫ് ദി അക്കൗണ്ടാണ് റിസ്ക് ചെയ്യുന്നത്. അത് അത്യാവശ്യം ഒരു 1% ഇല്ല, എന്നാലും എൻട്രീസ് നോക്കുന്നത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം, മാർക്കറ്റിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, പൊട്ടൻഷ്യലി ഞാൻ ബെയറിഷാണ്. മറ്റേ ആദ്യമേ എൻ്റെ അടുത്ത എൻട്രി സ്റ്റിൽ മൈ സെറ്റപ്പ്. വാട്ടർ ബ്ലോക്ക് മിറ്റിഗേഷൻ. ഇവിടെ ക്ലീൻ ഒരു ബൈ സൈഡ് ഉണ്ട്. എനിവേ 1 മിനിറ്റ് നോക്കാം. 1 മിനിറ്റിലൊരു നെക്സ്റ്റ് ഒരു ഇൻവാലിഡേഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ഐ എം എക്സ്പെക്ടിങ്. ഇതെൻ്റെ ഒരു ക്ലീൻ ആണ് എനിക്ക്. ഓക്കെ, ഒരു SL ഈസ് ഓക്കെ. കാണുന്ന ഗ്യാപ്പ് നോക്കുകയാണ്. ഈ കാണുന്ന ഗ്യാപ്പിൻ്റെ ഒരു റീപ്രൈസ് എൻ്റെ ലോവർ ഹാഫിലേക്ക് പ്രൈസ് വരണ്ട. സോ ഐ എം കൺസിഡറിങ് ദിസ് ആസ് ഇൻവാലിഡേഷൻ ഓഫ് ദാറ്റ് ഗ്യാപ്പ്. ഇവിടെ ഒരു ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കതൊരു സെൽ ഓഫാണ്. വെയിറ്റ്, എനിക്ക് ഈ ഒരു കോൺസിക്വൻ്റ് ഇൻക്രോച്ച്മെൻറ്റിന് താഴെ ബോഡി ക്ലോസ് കാണണം ഫസ്റ്റ് ഓഫ് ഓൾ. അത് ഇല്ല ഇപ്പോഴും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പിൻ്റെ ഒരു റീട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. എനിക്ക് ആ ഒരു ഗ്യാപ്പ് ആണെങ്കിലും ഇതിനെ പ്രൈസ് അത്യം ക്ലീൻ ആയിട്ട് നോക്കേണ്ട ആവശ്യം. ബിക്കോസ് ഇവിടെ എല്ലാം ബയേഴ്സ് ആർ മേക്കിംഗ് മണി. സോ അവിടെ നിന്നൊരു ക്ലീൻ റിജക്ഷൻ ഉണ്ട്. സോ ഐ എം എക്സ്പെക്റ്റിങ് ഞാൻ അവിടെ നിന്ന് സെൽ ഓഫ് ചെയ്യാണ്. എൻ്റെ സെൽ എന്ന് പറയുന്നത് എബവ്. ദിസ് വാസ് മൈ ഷോട്ട് ആൻഡ് ഐ എം എക്സ്പെക്റ്റിംഗ് മോർ ബെയറിഷ് ലൈക്ക്
ഈ ഒരു ഏരിയ മിഡ് നൈറ്റ് ഓപ്പൺ അല്ലല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിത് ഇൻവേർട്ട് ചെയ്യുന്ന കാണാം. FEG മൈനസ് if I'm bearish. ചാർട്ട് ഭയങ്കര മെസ്സാണ്. സ്ലോലി ചില്ലിങ്. ഫസ്റ്റ് ട്രേഡ് എസ്സിലാണ്, സെക്കൻഡ് ട്രേഡാണിത്. ഈവൻ സെയിം ഡയറക്ഷനാണ്. ഞാനിവിടെ ഉൾട്ട പോകുന്നില്ല. ഇവിടെ എസ്സിലടിച്ച് നേരെ ബൈ അല്ല ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഇനിഷ്യലായിട്ടുള്ള ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെൻറ്റ് താഴെ ബോഡി ക്ലോസ് ചെയ്തു. പക്ഷേ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഈസ് ബുള്ളിഷ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വാച്ച് ദ പ്രൈസ്. പ്രസിങ് എനി ബട്ടൺ ആഫ്റ്റർ ഈ ഒരു ഏരിയ പ്രൈസ് ഇൻവേർട്ട് ചെയ്താൽ മാത്രമാണ് വേണമെങ്കിൽ ഞാൻ ആഡ് ഓൺ ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ക്ലീൻ ആയിട്ട് ഇൻവേർട്ട് ചെയ്തില്ലെങ്കിൽ ഐ മൈറ്റ് ബി SL. നേരത്തെ ആ ഒരു റേഞ്ച് അനുസരിച്ച് നോക്കുമ്പോൾ ഐ നീഡ് ടു റിക്കവർ ദാറ്റ് ലോസ് ഓൾസോ. സോ അപ്പം റേഞ്ചിൽ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, that's what I want to see. സോ ഇതിനെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഒബ്വിയസ്ലി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്ത് എൻ്റെ ഹൈയിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യും. ബിക്കോസ് പിന്നെ ഫർദർ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൈസ്. ഒരു ബ്രേക്കറൊക്കെ വേണമെങ്കിൽ ഒരു ഏരിയ ബൈ ചെയ്യുന്നവർക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാൻ ബെയറിഷ്, സോ ഞാൻ പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല. ഓണസ്റ്റ്ലി ബെയറിഷ്. Peacefully waiting. Okay, and our trade, I'm not worried about that trade. I'm not worried about that trade because let it play. ലോ റെസിസ്റ്റൻസ് ആണ്, അതേ ഉള്ളൊരു കുഴപ്പമായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവുമേ. കൺസിഡറിങ് ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യണം. Now I'm peacefully waiting. ഫസ്റ്റ് ട്രേഡേഴ്സിലായതുകൊണ്ട് തന്നെ ഈ ഏരിയയിലേക്ക് ഞാൻ ട്രെയിൽ ചെയ്യണം. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ലിമിറ്റ് മൈ സെൽഫ്. ഓക്കെ, ദാറ്റ് വാസ് ക്ലീൻ. 1000. That's it. So clean. So that was my trade for today. Almost I made 1% of the account. Yeah, that's clean. Anyway, അതായിരുന്നു ഇന്നത്തെ ട്രേഡ്. ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് ഓക്കെ, ഡേ അപ്ഡേറ്റ് ആയിട്ടില്ല. അതെ, ഡേ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൂടെ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. സോ ദ എൻട്രി ഈസ് ക്ലീൻ, ദ എക്സിറ്റ് ഓൾസോ ക്ലീൻ. ദാറ്റ്സ് ഇറ്റ്. പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനകത്ത് പറയാൻ. അധികം വർക്ക് അറൗണ്ട് ചെയ്യുന്നില്ല, അധികം നിൽക്കുന്നില്ല. ഐ ബുക്ക്ഡ് മൈ പാർഷ്യൽസ് ഇല്ല. ഐ ബുക്ക്ഡ് മൈ TP.
ആൻഡ് സീ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആ ഓരോ ഏരിയാസിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽസും ഇല്ല ഇതിൽ. കൈൻഡ് ഓഫ് ഹാപ്പി. ഇന്ന് തിങ്കളാഴ്ചയായിരുന്നു. ഫോറക്സിൽ എത്ര വലിയ ക്ലീൻ മൂവൊന്നും ഇല്ലായിരുന്നു. ഒരു എൻട്രി ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഒരു 1% റിസ്കിലായിരുന്നു എക്സിറ്റ് ചെയ്തത്. നമ്മുടെ ഫോറക്സിൽ ലണ്ടൻ്റെ ഓപ്പൺ മൈക്രോ. സോ അത് കഴിഞ്ഞിട്ടാണ് ഇത് ട്രേഡ് ചെയ്തത്. സോ ഞാൻ അതിൽ കൂടുതലൊന്നും നോക്കുന്നില്ല. ഇത് ട്രേഡ് വെയിറ്റാണ്, ചലഞ്ച് അക്കൗണ്ടാണ്. വി ആർ ഓൾമോസ്റ്റ് അപ്പ് 595. നമുക്ക് ആദ്യമേ ഒരു ലോസ് ഉണ്ടായിരുന്നല്ലോ ഈ ഒരു എസ്സിൽ, അതിൽ നമ്മൾ ഓൾമോസ്റ്റ് 2% അപ്പോളം ആയതിന്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ട്രേഡ്. നോ മോർ ട്രേഡ് ടുഡേ. ബൈ. താങ്ക് യു. ഓക്കെ, അത് ഞാനിതിപ്പോൾ രാവിലെ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ലല്ലോ പ്രോഫിറ്റിൻ്റെ കാര്യം, അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ നമ്മളൊരു 500 സംതിങ് $700 അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ഷോർട്ട് പോയായിരുന്നു. അത് പക്ഷേ അത്ര ക്ലീൻ എൻ്റെ ഫേവറിൽ തന്നെ പോകാത്തതുകൊണ്ട് എസ് എൽ അടിക്കുന്നതിന് മുമ്പ് ഞാൻ എക്സിറ്റായി ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് 1% അപ്പിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യും. പിന്നെ സെക്കൻഡ് ഡേ മുതൽ അടുത്ത ഞാൻ ന്യൂയോർക്ക് മാത്രമേ ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുന്നുള്ളൂ. ലണ്ടനിൽ എനിക്ക് അത്ര ക്ലീനായിട്ട് ഞാൻ നോക്കുന്നില്ല. നോക്കട്ടെ, എൻട്രീസ് എങ്ങനെ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഡേ. ഓക്കെ, ബൈ.